രണ്ടാം വർഷ ഗണിതത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രൽസ് ഓഫ് സം മോർ ടൈപ്സ് എന്ന് പറഞ്ഞ ഭാഗമാണ്. ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ഭാഗത്ത് ഈ ഒരു സെക്ഷൻ ശരിക്കും ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ നെക്സ്റ്റ് ചാപ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ഫോർമുലേനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോർമുലാസുകൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം. അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഈ സെക്ഷൻ പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ഫോർമുലാസാണ് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. അതാണ് നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഒന്നാമത്തെ ഫോർമുല ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു x/2 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. കുറച്ച് ലെങ്ത് ഉള്ള ഫോർമുലയാണ്, പക്ഷേ ഇത് പഠിക്കാൻ ഷോർട്ട് കട്ട് ഐഡിയ ഉണ്ട്. അത് നമ്മൾ 3 ഫോർമുലാസും ഒബ്സർവ് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്നതാണ്. രണ്ടാമത്തെ ഫോർമുല റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു x/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ലാസ്റ്റ് വൺ integral root a square minus x square dx equal to x/2 root a square minus x square plus a square by 2 sin inverse x by a plus c. ഇവിടെ ഇത് പഠിക്കാനുള്ള ഷോർട്ട് കട്ട് ആശയം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ഫോർമുലയും ഒബ്സർവ് ചെയ്യുമ്പോൾ എല്ലാത്തിലും x/2 കാണാം. കൂടാതെ ഇൻ്റഗ്രലിൽ എന്താണോ കിടക്കുന്നത് അതേ ടേം തന്നെയാണ് x/2ൻ്റെ ഒപ്പം നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് കേസാണ് എടുക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ടേമുകൾ എഴുതാനുള്ള ഒരു ആശയം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ എല്ലാത്തിലും എ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞ ആശയം കാണാം. ഒരു ഫോർമുലയിൽ മാത്രമാണ് അതെന്താവുന്നത് എ സ്ക്വയർ ബൈ 2 പോസിറ്റീവ് എന്ന് പറഞ്ഞ ആശയം വരുന്നത്. അത് റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ആശയം വരുമ്പോഴാണ്. അത് പ്രത്യേകം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ എ സ്ക്വയർ ബൈ 2 കഴിഞ്ഞ് കിടക്കുന്നതെല്ലാം ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഈ ടേം ഡിനോമിനേറ്ററിൽ വരുന്ന സമയത്ത് ഉള്ള ഫോർമുലാസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ആ ഫോർമുലയാണ് ഇവിടെ കയറി വരിക. നെക്സ്റ്റ് കേസിലേക്ക് പോകുമ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് ഫോർമുല, ആ ഫോർമുലയാണ് ഈ കിടക്കുന്നത്. അതുപോലെ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ലെങ്ത് ഏറിയ 3 ഫോർമുലാസുകളാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഫോമുല അല്ല തരിക. അപ്പോൾ നമ്മൾ അതിനെ ഫോമിലേക്ക് മാറ്റണം. തൊട്ട് മുന്നേ ഉള്ള ഒരു സെക്ഷനിലും ഒരു ക്ലാസ്സിലും നമ്മളിതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ നമ്മൾ റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചെയ്തിരുന്നത് എന്താണ്, ആ സെക്കൻഡ് ഡിഗ്രി കേസിനെ മാത്രം എടുക്കുന്നു, എക്സ് സ്ക്വയർ ടേം എഴുതുന്നു, എക്സിൻ്റെ ടേം എഴുതുന്നു, അതിനുശേഷം നമ്മളൊരു ടേം ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറോ അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറോ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറോ ഫോമിലേക്ക് അതിനെ കണക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതേപോലെയാണ് ഇവിടെയും നമുക്ക് ചെയ്യേണ്ടി വരിക. എന്തായാലും അതിൻ്റെ 1-2 എക്സാമ്പിൾസുകൾ കൂടി ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഫൈൻഡ് ഇൻ്റഗ്രൽ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 ഡി എക്സ്. ഇത് നമ്മൾക്ക് അറിയാവുന്ന 3 ഫോർമുലയുമായി ഒന്നുമായിട്ട് ഇപ്പോൾ കണക്റ്റഡ് അല്ല. നമ്മളതിനെ കണക്റ്റ് ആക്കാൻ വേണ്ടി ചെയ്യുന്നത് റൂട്ടിനകത്തുള്ള സെക്കൻഡ് ഡിഗ്രി കേസിനെ എടുക്കുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 എന്ന് പറയുന്ന കാര്യത്തെ എടുക്കുന്നു. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് പ്രത്യേകം പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം നമ്മൾ എക്സ് സ്ക്വയർ ടേം എഴുതുക, അടുത്തത് എക്സിൻ്റെ ടേം എഴുതുക. എക്സിൻ്റെ കോഎഫിഷ്യന്റ് 2 ആണ്, അതിൻ്റെ പകുതി 1 ആണ്, അതിൻ്റെ സ്ക്വയർ 1 തന്നെയാണ് വരിക. അത് ആഡ് ചെയ്തു, അപ്പോൾ തന്നെ സബ്ട്രാക്ട് ചെയ്തു, പ്ലസ് 5 എന്ന് പറഞ്ഞ കാര്യം എഴുതി. അതായത് ഇതിനെ എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്ന് പറഞ്ഞ് എഴുതാം. അതായത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. ഇപ്പോൾ ഇത് ഏത് ഫോമിലായി, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലായി. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ആശയത്തിലേക്ക് പോകുമ്പോൾ therefore ഇൻ്റഗ്രൽ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 പകരം ഇനി ടേം എഴുതിയാൽ മതി. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഡി എക്സ് ഇറ്റ് ഇസ് ഈക്വൽ ടു, ഫോർമുല പറയുന്നത് എന്താണ്, x/2 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ആ ഫോർമുല അതുമാതിരി ഫോർമുല ഉണ്ടായിരിക്കണം. ഞാൻ ആ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്യാണ്. നമുക്കിവിടെ എക്സ് എന്നതിന് പകരം എക്സ് പ്ലസ് 1 ആണ് വരുന്നത്, എ എന്നതിന് പകരം ഇവിടെ 2 ആണ് വരുന്നത്.
x/2 എന്ന് പറയുമ്പോൾ x + 1/2 റൂട്ട് x + 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4 ആണ് വരിക 4/2 a²/2 ലോഗ് മോഡ് x + 1 എക്സിൻ്റെ പ്ലേസിലാണ് ഞാൻ x + 1 എന്ന് പറഞ്ഞ കാര്യം എഴുതിയിരിക്കുന്നത് പ്ലസ് റൂട്ട് x + 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് c. അപ്പോൾ അത്രയും എന്താണ് അതിൻ്റെ ഫോർമുലയാണ്. ഫോർമുലയെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു x + 1/2 എന്ന് പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. റൂട്ട് ഓഫ് ഈ പറയുന്ന കാര്യം എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് തന്നെ കിട്ടുക x² + 2x + 5 എന്ന് പറഞ്ഞ ആശയം തന്നെ കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം x² + 2x + 5 എന്ന് പറഞ്ഞ് എഴുതാം മൈനസ് 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ലോഗ് മോഡ് x + 1 എന്ന് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ എഴുതുന്നു പ്ലസ് റൂട്ട് ഓഫ് x² + 2x + 5 പ്ലസ് c. അടുത്ത ചോദ്യം ചെയ്യാനുള്ളത് ഫൈൻഡ് ഇന്റഗ്രൽ റൂട്ട് 3 - 2x - x² dx. സെക്കൻഡ് ഡിഗ്രി കേസാണ് ഉള്ളിൽ കിടക്കുന്നത്. മുമ്പേ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. മുൻപേ നമ്മൾ സെപ്പറേറ്റ് പുറത്തെടുത്തതിന് ശേഷമാണ് ചെയ്തത്. ഇവിടെ ഞാൻ അതിനെ ഇൻ്റഗ്രലിൻ്റെ അകത്തിട്ടിട്ട് തന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇൻ്റഗ്രൽ റൂട്ട് 3 - 2x - x² dx ഈക്വൽ ടു ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് മൈനസ് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നു. ഔട്ട് സൈഡ് എടുത്തതിന് ശേഷം ആദ്യം x² ടേം, അടുത്തത് എക്സിൻ്റെ ടേം, അടുത്തത് കോൺസ്റ്റൻറ്റ്. മൈനസ് പുറത്തെടുത്തത് കൊണ്ട് ഉള്ളിൽ വരുമ്പോൾ x² + 2x - 3 എന്ന് പറഞ്ഞ ആശയമാണ് വരിക ഇൻറ്റു dx. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് മൈനസ് ഇൻറ്റു x² + 2x. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, അതിൻ്റെ പകുതി 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. 1 ആഡ് ചെയ്തു, 1 സബ്ട്രാക്ട് ചെയ്തു, -3 എന്ന് പറഞ്ഞ കാര്യം അതുപോലെ എഴുതി ഇൻറ്റു dx. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് മൈനസ് ആദ്യത്തെ 3 ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം x + 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. -1 -3 എന്ന് പറയുന്നത് -4 ആണ് വരുന്നത് dx. ഈ മൈനസ് എന്ന് പറയുന്ന കാര്യം ഉള്ളിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 4 - x + 1 ഹോൾ സ്ക്വയർ dx. ഒന്നും കൂടി അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 4ന് പകരം 2² - x + 1 ഹോൾ സ്ക്വയർ dx. ഇപ്പോൾ ഏത് ഫോമിലായി ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് a² - x² dx എന്ന് പറഞ്ഞ രൂപത്തിലായി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത് x/2 ഇൻറ്റു റൂട്ട് ഓഫ് a² - x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് c. ഞാൻ ഫോർമുലയാണ് പറഞ്ഞത്, പക്ഷേ എക്സിന് പകരം x + 1 എഴുതിയിട്ടുണ്ട്, എക്ക് പകരം ഞാൻ അവിടെ 2 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. x + 1 / 2 ഇൻറ്റു റൂട്ട് ഓഫ്. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക ഈ ഒരു ഉള്ളിലുള്ള ടേം തന്നെയാണ് വരിക. അതായത് 3 - 2x - x² പ്ലസ് 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക. സൈൻ ഇൻവേഴ്സ് x + 1 / 2 പ്ലസ് c. അടുത്തതായി നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് ഒന്ന് പോവുകയാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്താണെന്ന് അറിഞ്ഞാലാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നതിൻ്റെ ഇവാലുവേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ശരിക്കും ആ ഒരു ഭാഗമാണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന കാര്യത്തെ ഡിനോട്ട് ചെയ്യുന്നത് ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് പറഞ്ഞിട്ടാണ്. അതിലെ a എന്ന് പറയുന്നതിനെ ആ ഇൻ്റഗ്രലിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നു, b എന്ന് പറയുന്നതിനെ ആ ഇൻ്റഗ്രലിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്ന കാര്യം പറയുന്നു. ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയത്തെ നമ്മൾ 2 രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒന്ന് ലിമിറ്റ് ഓഫ് എ സം എന്ന് പറയുന്ന ആശയം. രണ്ടാമത്തത് ഏത് ഫംഗ്ഷൻ എടുത്താലും ആ ഫംഗ്ഷൻ എന്ത് വരും ഒരു ആൻറ്റി ഡെറിവേറ്റീവ് അഥവാ അതിനൊരു ഇൻ്റഗ്രൽ വാല്യൂ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു കൃത്യമായൊരു നമ്പർ ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ അത് ഫംഗ്ഷനൊക്കെയാണ് കിട്ടുക. എന്തായാലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ആശയം പറയുന്നത്. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ആശയം നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ആ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലുള്ളതായിരിക്കണം. ഇൻ്റഗ്രൽ a to b ആയതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ അതിനൊരു ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. ആ ആൻറ്റി ഡെറിവേറ്റീവിലേക്ക് ആദ്യം അപ്പർ ലിമിറ്റ് എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും.
അതുമാതിരി അടുത്തത് ലോവർ ലിമിറ്റ് എന്ന് പറയുന്ന വാല്യൂ അപ്ലൈ ചെയ്യുക. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെഫിനറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ആശയം തന്നെയാണ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. പെട്ടെന്നൊന്ന് നോക്കുക. എ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ഈസ് ഡിനോട്ടഡ് ബൈ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, വേർ എ ഈസ് കാൾഡ് ലോവർ ലിമിറ്റ് ആൻഡ് ബി ഈസ് കാൾഡ് ദ അപ്പർ ലിമിറ്റ് ഓഫ് ദ ഇൻ്റഗ്രൽ. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് എയ്തർ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം or if it has an antiderivative f in the interval close interval ab. ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് എഫ് എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരിക്കും. ദെൻ ഇറ്റ്സ് വാല്യൂ ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ എക്സിന് ആദ്യം അപ്ലൈ ചെയ്യുന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആണ്, എ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, ആ കിട്ടുന്ന വാല്യൂവിൽ നിന്ന് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. ആ ഡിഫറൻസ് വരുന്ന വാല്യൂ ആണ് എന്തായിട്ട് എടുക്കുക? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയമായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. ഇതിൽ ലിമിറ്റ് ഓഫ് എ സം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞിരുന്നു. ലിമിറ്റ് ഓഫ് എ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആശയം എത്രയേ ഉള്ളൂ, നമ്മളൊരു കർവ് എന്ന് പറയുന്ന രീതിയിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കാര്യം വരച്ചിരിക്കുകയാണ്. ഇതിനെ ബൗണ്ട് ചെയ്യാണ്. എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈൻ കൊണ്ടും അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ലൈൻ കൊണ്ടും ബൗണ്ട് ചെയ്യാണ്. ഇങ്ങനെ ബൗണ്ട് ചെയ്യുന്ന സമയത്ത് ഈ കർവിൻ്റെ താഴെയായിട്ടും എക്സ് ആക്സിസുമായി ബൗണ്ട് ചെയ്യുന്ന രീതിയിലും ഒരു ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്ന കാര്യം കയറി വരുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം, ഈ ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ആശയമാണ്. അതായത് എന്താണ്? ഇത് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയമാണ് വരുന്നത്. ഏരിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ലിമിറ്റ് ഓഫ് എ സം എന്ന് പറഞ്ഞ ആശയത്തിൽ പറയാനുള്ളത്. ലിമിറ്റ് ഓഫ് എ സം എന്ന് പറയുന്നതിൽ നമ്മൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത്, ഇതിനെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയിട്ട് ഓരോ പാർട്ടിൻ്റെയും ഏരിയ കണ്ടുപിടിച്ച് എല്ലാം കൂടി ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്തതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഏരിയയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതുമായി ബേസ് ചെയ്തിട്ട് ഒരു ഫോർമുല ഉണ്ട്. അവിടെയാണ് ലിമിറ്റ് ഓഫ് എ സമ്മിൻ്റെ മൊത്തം ഡെഫിനിഷൻ എന്ന് പറഞ്ഞ ആശയം കിടക്കുന്നത്. എന്തായാലും ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏരിയയുമായി കണക്ട് ചെയ്യുമ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കർവ് അതിൻ്റെ താഴെ ഭാഗത്തുള്ള റീജിയനെ എക്സ് ഈക്വൽ ടു എ കൊണ്ടും എക്സ് ഈക്വൽ ടു ബി കൊണ്ടും ബൗണ്ട് ചെയ്യുന്നു. അതുമാതിരി തന്നെ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ ആശയം കൂടി കൊണ്ട് ബൗണ്ട് ചെയ്യുന്നു. അങ്ങനെ കർവിൻ്റെ താഴെയായിട്ട് നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഫോർമുലയാണ് എന്ത് വരുന്നത്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ആശയം വരുന്നത്. അടുത്തൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. സ്റ്റെപ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഒരു ഡെഫിനറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന കാര്യം ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ 2 സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിന് കിട്ടുന്ന ആൻസറാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവാലുവേറ്റ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എങ്ങനെയാണ് വരുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൻസറിൽ ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, മൈനസ് പിന്നീട് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ആ വാല്യൂകളുടെ ഡിഫറൻസ് ആണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞ ആശയം വരുന്നത്. ഈ ഒരു കാര്യം കണ്ടെത്തുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെക്ഷനാണ് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. സെക്ഷൻ 7.9 എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന കാര്യം ഇവാലുവേറ്റ് ചെയ്യുക, അത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ ഇവാലുവേറ്റ് ചെയ്യുന്ന കേസ് മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ 2 സ്റ്റെപ്പ് ഫോളോ ചെയ്യണം എന്നുള്ളത് തൊട്ട് മുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാണാം. അപ്പോൾ നിങ്ങളിവിടെ ആലോചിക്കേണ്ടത്, ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാണും. അത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക. അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ ആൻസറിലേക്ക് എത്തിയാൽ മതി. എന്തായാലും നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -1 to 1 5x⁴ ഇൻറ്റു √x⁵ 5 + 1 dx. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. x⁵ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 5x⁴ ആണ്. അത് നമ്മുടെ ഇൻ്റഗ്രലിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ആശയത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? മുമ്പിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആശയത്തിലൂടെ ഒന്ന് കയറി പോകുന്നത്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇൻ്റഗ്രൽ 5x⁴ √x⁵ 5 + 1 dx എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
അതിന് ഞാൻ x⁵5+1 എന്ന് പറയുന്നതിന് t കൊടുക്കുകയാണ്. തൊട്ട് മുന്നേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പറയുമ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നതിൻ്റെ ഒപ്പം കോൺസ്റ്റന്റ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കൂടി ചേർത്തിട്ട് എന്ത് കൊടുക്കുക, t എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. കാരണം കോൺസ്റ്റന്റ് ഡെറിവേഷൻ എന്താണ്, 0 ആണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ x⁵5+1 t കൊടുത്താൽ 5x⁴ dx = dt, അതായത് 5x⁴ dx = dt, which is equal to integral റൂട്ട് x⁵5+1 പകരം എന്ത് കൊടുക്കാം, t കൊടുക്കാം. 5x⁴ dx പകരം dt എന്ന് പറഞ്ഞ കാര്യം കൊടുക്കാം. അതായത് ഇന്റഗ്രൽ t⁻² dt എന്ന് പറഞ്ഞാൽ t⁻² + 1 ഡിവൈഡഡ് ബൈ 1/2 + 1 പ്ലസ് c. 1/2 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1½ ആണ് വരിക, അതായത് 3/2 എന്ന് പറഞ്ഞ ആശയം വരിക. അപ്പോൾ ഇതിന് അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം, t⁻³ + c ഡിവൈഡഡ് ബൈ 3/2. ഇതിൽ ഈ 3/2 എന്ന് പറയുന്നതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിനെ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ പറയാം, 2/3 t⁻³ + c. t റീപ്ലേസ് ചെയ്യുക, അപ്പോഴാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കംപ്ലീറ്റ് ആവുള്ളൂ. t റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ എന്ത് പറയാം, 2/3 tക്ക് പകരം x⁵5+1 ⁻³ + c. ഇതിപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലാണ്. നമുക്ക് ശരിക്കും വേണ്ടത് എന്താണ്, ഡെഫിനിറ്റ് ഇന്റഗ്രലാണ്. അപ്പോൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിലെ c ഇല്ലാതെ ഉള്ള കിട്ടിയ ആൻസർ മാത്രമേ എഴുതുക. 2/3 x⁵5+1 ⁻³ ഓവർ ദ ലിമിറ്റ് -1 to 1. ഇനി നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ആണ്. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 എന്ന് പറയുന്ന കാര്യം ഇവിടേക്ക് അപ്ലൈ ആണ്. 1 അപ്ലൈ ചെയ്യുമ്പോൾ 2/3 അതുപോലെ എഴുതി. ഇവിടെ 1⁵5 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, 1 തന്നെയാണ്. 1 + 1 2 ആണ് വരിക. അപ്പോൾ 2⁻³ മൈനസ്. ഇനി -1 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുക. -1 അപ്ലൈ ചെയ്യുമ്പോൾ 2/3 എന്ന് പറയുന്ന കാര്യം അതുപോലെ വരും, ഇൻറ്റു -1⁵5 എന്ന് പറയുന്നത് -1 ആണ്. -1 + 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, 0 ആണെന്നുള്ള ആശയം പറയാം. അപ്പം ഇനി എന്ത് മാത്രം ചെയ്താൽ മതി, ഈ ഒരു ഭാഗം മാത്രം ചെയ്താൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 2⁻³ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ ചിന്തിക്കാം, 2⁻1/2 3 എന്ന് പറഞ്ഞ രീതിയിൽ ചിന്തിക്കാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പവർ ഓഫ് പവർ ആശയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1/2 × 3 എന്താ വരിക, 3/2 എന്ന് പറഞ്ഞ ആശയം തന്നെയാണ് വരിക. ഇതിൽ 2⁻1/2 എന്ന് പറഞ്ഞാൽ √2. √2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, 2√2 ആണ് വരിക. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും, 2/3 ഇൻറ്റു 2√2, അതായത് 4√2 ഡിവൈഡഡ് ബൈ 3. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 tan inverse x by 1 + x² dx. ഇട്ട് നോട്ടത്തിൽ തന്നെ നമുക്കറിയാം tan inverse x-ന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് 1/1 + x² ആണ്. അത് അതിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിലേക്ക് ഒന്ന് പോവാണ്. ഇന്റഗ്രൽ tan inverse x by 1 + x² dx. ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഇതിന് മുമ്പേ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. tan inverse x എന്ന് പറയുന്നതിന് t എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1/1 + x² dx എന്ന് പറയുന്നത് dt ആയിരിക്കും. ഇന്റഗ്രൽ 1/1 + x² dx പകരം dt എന്ന് പറഞ്ഞ കാര്യം എഴുതി. ഇനി എഴുതാനുള്ളത് tan inverse x ആണ്. tan inverse x എന്താണ്, t എന്ന് പറഞ്ഞ കാര്യമാണ്. ഇന്റഗ്രൽ t dt എന്ന് പറയുന്നതും ഇന്റഗ്രൽ t⁻1 dt എന്ന് പറയുന്നതും ഒരേപോലെയാണ്. അതായത് t²/2 + c. t⁻1 ആണ്, x⁻n ആണെങ്കിൽ x⁻n+1 ഡിവൈഡഡ് ബൈ n+1. അതേ ഫോർമുലയാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ t²/2 + c വരും. t റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ tan inverse x (2/2 + c). ഇതാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ 1. അങ്ങനെയാണെങ്കിൽ therefore integral 0 to 1 tan inverse x by 1 + x² dx is equal to, കിട്ടിയ ആൻസർ tan inverse x (2 ഡിവൈഡഡ് ബൈ 2 ഓവർ ദ ലിമിറ്റ് 0 to 1 ഇറ്റ് ഇസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ 1 അപ്ലൈ ആണ്. അപ്പർ ലിമിറ്റ് 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ വരിക, tan inverse 1 (2 ഡിവൈഡഡ് ബൈ 2). tan inverse 1 (2 ഡിവൈഡഡ് ബൈ 2) മൈനസ് അടുത്തത് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് tan inverse 0 (2 ഡിവൈഡഡ് ബൈ 2). ഇതിൽ tan inverse 0 എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ഈ ടേം ഇനി നോക്കേണ്ട ആവശ്യമില്ല, അത് മൊത്തം എന്താണ്, 0 ആയിട്ട് പോയി. മറ്റേ ടേം നോക്കുന്ന സമയത്ത് tan inverse 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 ആണ്.
π/4 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, അതായത് പൈ സ്ക്വയർ ബൈ 16 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 32. ഈ 2ഉം 16 തമ്മിൽ എന്ത് വരെ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്താണ്, പൈ സ്ക്വയർ ബൈ 32. കുറച്ച് ഇവാലുവേഷൻസുകളാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത്. അത് ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് കാണുന്നത്. നമ്മൾ അതിൻ്റെ ഇൻഡെഫിനിറ്റ് പാർട്ടിലേക്ക് ഒന്ന് പോവാണ്. ഇൻഡെഫിനിറ്റ് പാർട്ടിലേക്ക് പോകുമ്പോൾ ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യമാണ് ചെയ്യാനുള്ളത്. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേഷൻ 2x ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ആശയം ക്രിയേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് സ്ക്വയർ പ്ലസ് 1 ടി കൊടുക്കുകയാണ്. 2x പ്ലസ് 0 ഡി എക്സ് ഈക്വൽ ടു ഡി ടി, അതായത് 2x dx എന്ന് പറയുന്നത് ഡി ടി ആണ്. ഇന്റഗ്രലിൽ എക്സ് ഡി എക്സ് മാത്രമേ വെച്ചുള്ളൂ. അപ്പോൾ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ടി ബൈ 2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ടി കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇന്റഗ്രൽ 1/t ഡി ടി 1/2 ലോഗ് മോഡ് ടി പ്ലസ് സി വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ലോഗ് മോഡ് ടി എന്നതിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെഫിനിറ്റ് ഇന്റഗ്രലിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ലോഗ് മോഡ് എന്ന് പറയുന്ന ആശയം എഴുതേണ്ടതില്ല. ലോഗ് എന്ന് പറയുന്ന കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം, ഇറ്റ് ഇസ് ഈക്വൽ ടു 1/2 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഓർ ദ ലിമിറ്റ് 0 to 1. ആദ്യം നമ്മൾ 1 അപ്ലൈ ആണ്. 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 1 സ്ക്വയർ 1 വരും, 1 പ്ലസ് 1 2 വരും, അതായത് 1/2 ലോഗ് 2 മൈനസ് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 0 ആണ് വരിക. അപ്പോൾ ലോഗ് 1 ആണ് വരിക. ലോഗ് 1ന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ ആ ടൈം 0 ആയിട്ട് പോകും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 1/2 ലോഗ് 2. രണ്ടാമത്തെ ചോദ്യം, ഇന്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 2 ഡി എക്സ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് റൂട്ടൊക്കെ വരുമ്പോൾ റൂട്ടിനകത്തുള്ളതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നതിന് ടി കൊടുക്കുകയാണ്. അതായത് 1 പ്ലസ് 0 ഡി എക്സ് ഈക്വൽ ടു ഡി ടി. രണ്ട് സൈഡും ഡെറിവേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് കിട്ടുക. അതായത് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഡി ടി ആണ്. അപ്പോൾ നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്ന പാർട്ട് ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ആശയം നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് ഡി എക്സ് മാത്രമേ അറിയുള്ളൂ. ഡി എക്സിന് പകരം ഡി ടി എഴുതാം. എക്സ് പ്ലസ് 2 എന്ന് പറയുന്നതിന് പകരം നമുക്ക് ടി കൊടുക്കാം. പിന്നെ വീണ്ടും ഒരു എക്സ് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാണ്, ഇവിടെ നിന്നും എക്സ് എന്ന് പറയുന്ന ആശയം കണ്ടുപിടിച്ചാൽ എന്തെഴുതാം, ടി മൈനസ് 2 എന്ന് പറഞ്ഞ് എഴുതാം. ഈ കാര്യം ഞാൻ ഇവിടേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ടി മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നതിന് പകരം ടി, ഡി എക്സിന് പകരം ഡി ടി, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി റൂട്ട് ടി മൈനസ് 2 റൂട്ട് ടി ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ടി ഉള്ളിലേക്ക് കൊടുത്തു. ഈ റൂട്ട് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ടി റേസ് ടു 1/2 ആണ്. മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു 1/2 ഡി ടി. ഇതിലെ ഫസ്റ്റ് കേസിനെ നമുക്ക് എന്ത് പറയാം, ടി എഴുതിയാലും ടി റേസ് ടു 1 എഴുതിയാലും ഒരേപോലെയാണ്. പവറുകൾ തമ്മിൽ ആഡ് ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ 1 + 1/2 എന്ന് പറഞ്ഞാൽ 3/2 ആണ് വരിക. അപ്പോൾ ഇന്റഗ്രൽ എന്താ വരിക, ടി റേസ് ടു 3/2 മൈനസ് 2 ടി റേസ് ടു 1/2 ഡി ടി. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ടി റേസ് ടു 3/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് 1 മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു 1/2ന്റെ ഇന്റഗ്രൽ ടി റേസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1 പ്ലസ് സി. അതായത് ഈ 3/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്താൽ എത്രയാണ് കിട്ടുക, 5/2 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിനെ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ പറയാം, ടി റേസ് ടു 5/2 ബൈ 5/2 മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് സി. 5/2 എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലിക്കേഷനിൽ കൊണ്ടുപോകാം. 3/2 എന്ന് പറയുന്നതിനും ഇതേപോലെ മൾട്ടിപ്ലിക്കേഷനിൽ കൊണ്ടുപോകാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യം അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ കണക്ട് ചെയ്യാം, ടി റേസ് ടു 5/2 ഇൻറ്റു 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു 3/2 ഇൻറ്റു 2/3 പ്ലസ് സി. ഇതിൽ ടി റീപ്ലേസ് ചെയ്യുക. ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞ ആശയം കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കേസ് പറയുമ്പോൾ എക്സ് പ്ലസ് 2 റേസ് ടു 5/2 ഇൻറ്റു 2/5 മൈനസ് 4/3 ഇൻറ്റു എക്സ് പ്ലസ് 2 റേസ് ടു 3/2 പ്ലസ് സി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ നമുക്ക്
ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആശയത്തിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ആൻസർ എടുക്കുക, അതിന് എന്ത് കൊടുക്കുക, ലിമിറ്റ് 0 to 2 എന്ന് പറയുന്ന ആശയം അപ്ലൈ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു കാര്യമാണ്. Therefore, integral 0 to 2 x into root x plus 2 dx is equal to, നമുക്ക് കിട്ടിയ ആൻസർ x plus 2 raised to 5/2 into 2/5 minus 4/3 into x plus 2 raised to 3/2 over the limit 0 to 2. നമ്മൾ ആദ്യം 2 എന്ന് പറയുന്ന വാല്യൂ അപ്ലൈ ചെയ്യാണ്. 2 അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, 4 വരും, 4 raised to 5/2 വരും. 4 raised to 5/2 into 2/5 minus 4/3 into 2 plus 2 4 വരും, 4 raised to 3/2 minus 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 ആണ് വരിക. അപ്പോൾ 2 raised to 5/2 into 2/5 minus 4/3 into 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 raised to 3/2. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് മൈനസ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അടുത്തത് ഇവിടുത്തെ ടേം മൈനസ് ആയതുകൊണ്ട് ഇത് എന്തായിട്ട് മാറും, പ്ലസ് എന്ന് പറയുന്ന ആശയമായിട്ട് മാറും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യത്തിനെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര നോക്കിയാൽ മതി, ഇവിടെ 4 എന്ന് പറയുന്നതിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര വരിക, 2 വരിക. അപ്പോൾ 2 raised to 5 എന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുക. ഇവിടെയാണ് വരുന്നതെങ്കിൽ 2 raised to 3 ആലോചിക്കുക. ഇവിടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ റൂട്ട് 2 raised to 5 ആലോചിക്കുക. ഇവിടെയാണ് വരുന്നതെങ്കിൽ റൂട്ട് 2 raised to 3 ആലോചിക്കുക. എന്നിട്ട് അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 16√2/15 ഇൻറ്റു √2 + 1 എന്ന് പറയുന്നതായിരിക്കും. അടുത്ത ചോദ്യം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ഇന്റഗ്രൽ 0 to π/2 sin x dx by 1 + cos square x. ഇതിൽ cos xന്റെ ഡെറിവേഷൻ മൈനസ് sin x ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയം എളുപ്പമാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് cos x എന്ന് പറയുന്നതിന് t അപ്ലൈ ചെയ്യാം. ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, മൈനസ് sin x dx എന്ന് പറയുന്നത് dt വരും. അതായത് ഇന്റഗ്രലിൽ നമുക്ക് sin x dx ആവശ്യമുള്ളൂ, അതുകൊണ്ട് അതിന് എന്ത് ചെയ്യാം, -dt എന്ന് പറഞ്ഞു എഴുതാം. അപ്പോൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ sin x dx എന്ന് പറയുന്നതിന് -dt ഡിവൈഡഡ് ബൈ 1 + cos square x എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും, cos x t ആണ്, അതുകൊണ്ട് t square ആയിട്ട് മാറും. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ dt ബൈ 1 + t square. നമ്മുടെ ഫോർമുല സെക്ഷനിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതിൽ ഇന്റഗ്രൽ dx ബൈ 1 + x square എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് x + c ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താ വരിക, tan ഇൻവേഴ്സ് t + c ആണ് വരിക, മൈനസ് tan ഇൻവേഴ്സ് t എന്നതിന് പകരം നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം, cos x എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാം, + c. അപ്പോൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കംപ്ലീറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോകുമ്പോൾ ഇന്റഗ്രൽ 0 to π/2 sin x dx by 1 + cos square x is equal to minus tan inverse cos x or the limit 0 to π/2. ആദ്യം നമ്മൾ π/2 അപ്ലൈ ചെയ്യാം. π/2 അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് tan ഇൻവേഴ്സ് cos π/2 മൈനസ് നമ്മൾ നേരെ 0 ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള മൈനസ് ആണ് ഇത്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതുകയാണ്, മൈനസ് tan ഇൻവേഴ്സ് cos 0. ഇതിൽ നമുക്കറിയാവുന്ന കാര്യം tan ഇൻവേഴ്സ് cos π/2 എന്ന് പറയുന്ന കാര്യം 0 ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. സെക്കൻഡ് ടൈമിലേക്ക് പോകുമ്പോൾ cos 0 1 ആണ്, tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/4 എന്ന് പറയുന്ന ആശയമാണ്. π/4 എന്ന് പറയുന്നത് ഇവിടെ 2 നെഗറ്റീവ് വരുന്നത് കൊണ്ട് എന്ത് വരും, പോസിറ്റീവ് വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൈനൽ ആൻസർ എത്രയായിരിക്കും, π/4 ആയിരിക്കും. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ -1 to 1 dx by x² + 2x + 5. ഇതിൻ്റെ ഇൻഡെഫിനിറ്റ് കേസ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ dx by x² + 2x + 5. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ മുകളിൽ dx മാത്രം. ഇത്തരം കേസുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, x² കോഎഫിഷ്യന്റ് നോക്കും. 1 ആണെങ്കിൽ x² ടൈം എഴുതും, എക്സിൻ്റെ ടൈം എഴുതും, അതിനുശേഷം ഒരു ടൈം ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും, അതിനുശേഷം നമ്മൾ +5 എന്ന് പറഞ്ഞ കാര്യം ഇടും, എന്നിട്ട് അതിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ചെയ്യും. അതേ രീതിയിൽ തന്നെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യാണ്. ഇന്റഗ്രൽ dx by x² കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് x² എഴുതി, 2x എഴുതി, എക്സിൻ്റെ കോഎഫിഷ്യന്റ് അതിൻ്റെ പകുതി 1 വരും, അതിൻ്റെ സ്ക്വയർ 1 വരും. അപ്പോൾ തന്നെ 1 മൈനസ് ചെയ്തു, +5 എന്ന് പറഞ്ഞ കാര്യം എഴുതി. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ dx by x + 1 ഹോൾ സ്ക്വയർ + 4. അതായത് ഇന്റഗ്രൽ dx by
എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ ഇത് ഏത് ഫോമിലായി? ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ രൂപത്തിലായി. അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. ഫോർമുല എന്താ? 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെഫിനിറ്റ് കേസിലേക്ക് പോകുമ്പോൾ ഇന്റഗ്രൽ -1 to 1 ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 ഈക്വൽ ടു 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/2 ഓവർ ദ ലിമിറ്റ് -1 to 1. നമ്മൾ ആദ്യം 1 അപ്ലൈ ആണ്. 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അവിടെ ടാൻ ഇൻവേഴ്സ് 1 + 1 എന്ന് പറഞ്ഞാൽ 2 വരും, 2/2 എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ 1/2 ടാൻ ഇൻവേഴ്സ് 1 -1 കൊടുക്കുന്ന സമയത്ത് -1 + 1 0 വരും, 0/2 എന്ന് പറഞ്ഞാൽ 0 ആണ്. ടാൻ ഇൻവേഴ്സ് 0 ആയതുകൊണ്ട് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താ വരിക? 1/2 × π/4 which is equal to 5/8. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ 4 to 9 √x dx divided by 30 - x⁵3/2 ഹോൾ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ തന്നെയാണ് കണക്ട് ചെയ്യുക. പക്ഷെ പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. x⁵3/2ന്റെ ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് √x എന്ന് പറഞ്ഞ ആശയം ക്രിയേറ്റ് ചെയ്യാം. √x അല്ലെങ്കിൽ x⁴1/2 എന്ന് പറഞ്ഞ ആശയം ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇതിനോടൊപ്പം നിൽക്കുന്നത് 30 ആയതുകൊണ്ട് 30 - x⁵3/2ന് t എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. 0 - 3/2 × x⁵3/2 - 1 dx ഈക്വൽ ടു dt -3/2 × x⁵3/2 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 1/2 എന്ന് പറഞ്ഞ കാര്യം വരും. അതായത് 3 - 2 / 2 ആണ് വരിക. അത് എത്ര വരിക? 1/2 എന്ന് പറഞ്ഞ ആശയമാണ് വരിക. dx ഈക്വൽ ടു dt. ഇവിടെ നമുക്ക് x⁴1/2ന് പകരം √x എഴുതാം. √x dx is equal to dt അതുപോലെ എഴുതി 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരും. -3 എന്ന് പറയുന്ന ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഡിവിഷനിലേക്ക് വരും. അപ്പോൾ -2/3 dt ആണ് √x dx വരിക. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിലേക്ക് പോകുമ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ -2/3 dt ഡിവൈഡഡ് ബൈ താഴത്തുള്ള ടേം ടി വരും, സ്ക്വയർ ഉള്ളത് കൊണ്ട് t² എന്ന് പറഞ്ഞ ആശയം വരികയും ചെയ്യുന്നു. ഇതിലെ -2/3 കോൺസ്റ്റന്റ് ആണ്, മാറ്റി നിർത്തുന്നു. ഇന്റഗ്രൽ 1/t² എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ t⁻⁻2 dt എന്ന് പറഞ്ഞാക്കി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. -2/3 t⁻2 + 1 ഡിവൈഡഡ് ബൈ -2 + 1 പ്ലസ് c. അതായത് -2/3 × t⁻1 ഡിവൈഡഡ് ബൈ -1 പ്ലസ് c. ഈ -1 പ്ലസ് ആവും. t⁻1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1/t എന്ന് പറഞ്ഞ ലോജിക്കാണ്. അപ്പോൾ 2/3t പ്ലസ് c. അതായത് 2/3 × ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 30 - x⁵3/2 പ്ലസ് സി. അപ്പോൾ അത് ഇൻഡെഫിനിറ്റ് കേസാണ്. ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോകുന്ന സമയത്ത് 2/3 × 30 - x⁵3/2 ഇതാണ് നമ്മുടെ ആൻസർ. അതിന് എന്ത് കൊടുക്കേണ്ടി വരും? ഓവർ ദ ലിമിറ്റ് 4 to 9 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യേണ്ടി വരും. ആദ്യം നമ്മൾ 9 അപ്ലൈ ചെയ്യാണ്. 9 അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ 2/3 എന്ന് പറഞ്ഞാൽ അപ്പർ ചെയ്താലും ലോവർ ചെയ്താലും വരും. അപ്പോൾ ഞാൻ ആ 2/3 എന്ന് പറയുന്നതിന് കോമൺ ആയിട്ട് മാറ്റിയിടാണ്. ഇനി 9 എന്ന് പറയുന്ന കാര്യം നമ്മൾ ആദ്യം ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1/30 - 9⁻³ മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1/30 - 4⁻³ ഇങ്ങനെയായിട്ട് മാറും. ആദ്യം എക്സിന് പകരം 9 കൊടുത്തു, പിന്നെ മൈനസ് ഇട്ടതിന് ശേഷം ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്തു. ഇനി 9⁻³ എന്ന് പറഞ്ഞാൽ എന്താണ്? 9⁻1/2 3 ആണ്. 3³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 27 ആണ് വരിക. അതായത് 2/3 × 1/30 - 27 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1/ ഇവിടെ വരുന്നത് 4:1/2 എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക. 2³ 8 ആണ്. അപ്പോൾ 30 - 8 എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് എത്രയാണ്? 22 ആണ്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? 2/3 × 22 - 3 ഡിവൈഡഡ് ബൈ 22 × 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ മാത്രമേ ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ. ഇതിൽ 222 എന്ന് പറയുന്നതിൽ 11 ടൈംസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 22 - 3 എന്ന് പറഞ്ഞാൽ 19 എന്ന് പറയുന്ന ആൻസർ വരും. ഡിവൈഡഡ് ബൈ 3 × 3 9 വരും. × 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99 എന്ന് പറയുന്ന ആശയം വരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ 0 to π/4 sin³ 2t cos 2t dt.
കാണുമ്പോൾ തന്നെ നമുക്കറിയാം സൈൻ 2t എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷനാണ് കോസ് 2t എന്ന് പറഞ്ഞ ആശയം വരിക. അതുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി സൈൻ 2t എന്ന് പറയുന്നതിന് ടി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഇവിടെ ടി ഉള്ളത് കൊണ്ട് കംപ്ലീറ്റ് ടി കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ ടിയിലേക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല. ഇതിന് പകരം നമുക്കൊരു യുയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സൈൻ 2tൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് കോസ് 2t വരും, ഇൻറ്റു 2tൻ്റെ ഡെറിവേഷൻ 2 വരും, ഇൻറ്റു dt ഈക്വൽ ടു du. നമുക്ക് ഇൻ്റഗ്രേഷനിൽ കോസ് 2t dt മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ 2നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, du/2 എന്ന് പറഞ്ഞ ആശയം വരും. ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് 2t എന്നതിന് പകരം എന്ത് വരുന്നു, യു ക്യൂബ് എന്ന് പറയുന്ന ആശയം വരുന്നു. കോസ് 2t dt പകരം du/2 എന്ന് പറഞ്ഞ കാര്യം വരുന്നു. അതായത് 1/2 ഇൻറ്റു u⁴/4 പ്ലസ് സി. 1/2 ഇൻറ്റു യു റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, സൈൻ 2t⁴ ഡിവൈഡഡ് ബൈ 4 പ്ലസ് സി. ഇനി നമ്മളതിനെ ഡെഫിനറ്റ് കേസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് 1/2 ഓവർ ദ ലിമിറ്റ് 0 to π/4. ഇതിൽ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ π/4 എന്ന് പറയുന്ന കാര്യമാണ് അപ്ലൈ ചെയ്യുന്നത്. π/4 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് വരും, 2 × π/4. 2 × π/4 എന്ന് പറഞ്ഞാൽ എന്തായി മാറിയത്, π/2 ആയിട്ട് മാറി. സൈൻ π/2ൻ്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ 1/2 എക്സിസ്റ്റ് ചെയ്യും, അതേമാതിരി ഇവിടെ 1/4 എക്സിസ്റ്റ് ചെയ്യും. 1/2 × 1/4 മൈനസ് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ സൈൻ 0 എക്സിസ്റ്റ് ചെയ്യും. സൈൻ 0 0 ആണ്, അതുകൊണ്ട് ആ ടേം മുഴുവനായിട്ട് എന്ത് വരും, 0 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 1/8. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഏത് ക്വസ്റ്റിനും ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന സെക്ഷനിൽ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാണുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യലാണ്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്യുന്ന ഒരു ഐഡിയ മാത്രമാണ് അവിടെ പ്രധാനമായിട്ടും പിന്നെ നോട്ട് ചെയ്യേണ്ടതുള്ളൂ. ആദ്യം കൊടുക്കേണ്ടത് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്ന കാര്യമാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കുക. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുകയും ചെയ്യുന്നത്. അത് പ്രത്യേകം ഒന്ന് ഓർമ്മയിൽ വെക്കുക. എന്തായാലും ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞ 3 ഫോർമുലാസുകൾ ഒന്ന് ഓർമ്മയിൽ വെക്കുക. പ്രത്യേകിച്ച് ലാസ്റ്റ് ഫോർമുല ഇൻ്റഗ്രൽ √(a² - x² dx) എന്ന് പറയുന്ന കാര്യം ഏരിയ കണ്ടുപിടിക്കുമ്പോൾ കൂടുതലും ആ ഫോർമുലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം നിങ്ങൾ പഠിച്ചു വെക്കുക തന്നെ വേണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.